അപ്പോൾ നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ കുക്കറിലോട്ട് ഉള്ളിയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെപ്പർ പൗഡറും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക, പൊട്ടാറ്റോ ഇട്ട് കൊടുക്കണം. അതിനുശേഷം പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുക്കറിലോട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക. ചിക്കൻ തിളച്ച് വരുമ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പു, ഗരം മസാല, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഉള്ളി ഇട്ട് കൊടുക്കുക. നെയ്യും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 3 ഗ്ലാസ് അരിക്ക്. പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കൂടി കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യുക. ബൈ.